ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഡെയിലി വ്ളോഗാണ്. കുറേ ആയി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയി, അപ്പോൾ വീഡിയോ ഇടാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഇന്ന് തൊട്ട് റീസ്റ്റാർട്ട് ചെയ്യാം. റീസ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഡെയിലി വ്ളോഗിൽ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ാണ് ഇപ്പോൾ ഇൻട്രോ എടുക്കുന്നത്. ഇനി കോളേജിലോട്ട് പോകുന്ന വിശേഷങ്ങളും അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളും തിരിച്ചു വരുന്നതും ഒക്കെ കാണാം. വർക്കിന് പോകുന്നതും എടുക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കട്ടെ, അതും പറ്റുകയാണെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ രാവിലത്തെ മേക്കപ്പ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുള്ള നിപ്പാണ്. മേക്കപ്പ് ചെയ്തതിന് കണ്ണാടി നോക്കി കുറച്ച് കോക്കറി കാണിച്ചില്ലെങ്കിൽ ഒരു രസമില്ല ഗൈസ്. അമ്മ വണ്ടി എടുക്കണ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ലല്ലുവിന് വെപ്രാളാണ്. ഞങ്ങൾ അവനിട്ടിട്ട് പോവുകയാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവന് ബായ് പറഞ്ഞിറങ്ങിയപ്പോൾ സുന്ദരി ഉണ്ട്. ഇത് ഞങ്ങളുടെ സുന്ദരിയാണ്. സുന്ദരിക്കും ബായി ഒക്കെ പറഞ്ഞ് നേരെ വണ്ടിയിലോട്ട് കയറി. ഇനി നേരെ ബസ് സ്റ്റോപ്പിലോട്ട് പോകണം. അപ്പോൾ വണ്ടിയൊക്കെ എടുത്ത് നേരെ ബസ് സ്റ്റോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ പോണ വഴിക്ക് സാൻഡ്രേനെ കണ്ടു. അപ്പോൾ അവളെയും കൂട്ടി അങ്ങനെ നേരെ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിന്നു. ഞങ്ങൾ ബസ് കയറി നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് വേറെ ബസ്സായിരുന്നു, അപ്പോൾ അവൾ ആ ബസ്സിലും കയറി, ഞാൻ ഈ ബസ്സിലും കയറി. അങ്ങനെ നേരെ കോളേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ഗൈസ് എൻ്റെ കോളേജ്, സെൻറ്റ് ആൽബർട്ട്സ് കോളേജ്. ഒട്ടുമിക്കവർക്കും അറിയായിരിക്കും, എറണാകുളത്തൊക്കെ താമസിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ കോളേജിൽ കയറണമെങ്കിൽ ID കാർഡ് വേണം. അപ്പം ഞാനൊരു പട്ടീനെ കണ്ട് പേടിച്ചു അതിൻ്റെ ഇടയ്ക്ക്. ക്ലാസ്സിൽ ചെന്നപ്പോൾ അവരൊക്കെ വർത്താനം പറഞ്ഞിരിക്കുന്നു. പിന്നെ ഞങ്ങളും അവരുടെ കൂടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നു. അത് 3rd അവർ ഞങ്ങൾക്ക് ഓപ്പൺ കോഴ്സാണ്. അപ്പോൾ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോകണം. അങ്ങനെ ഞങ്ങൾ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ക്ലാസ്സിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. എനിക്കാണെങ്കിൽ ഓപ്പൺ കോഴ്സ് ഒറ്റക്കാണ് ഗൈസ്, എനിക്ക് ആരുമില്ല കൂട്ട്. അപ്പം ഞാൻ തിരിച്ച് ക്ലാസ്സിൽ വന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഹൈക്കോർട്ടിനടുത്തുള്ളൊരു കടയാണ്, ഹൈക്കോർട്ടിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു കടയാണ്. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ വന്ന് ഫുഡ് കഴിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ പൊറോട്ടയൊക്കെ വാങ്ങിച്ചു. അതൊക്കെ നല്ല ലാവിഷായിട്ട് കഴിച്ചു. ഗൗരിയുടെ നോട്ടം കണ്ടോ, കൊടും ഭീകരനാണ് അവൻ. പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകുന്ന ഒരു രസമാണ് ഗൈസ്. അത് കഴിഞ്ഞ് ക്ലാസ്സിൽ വന്നു. ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് ഫ്രീ അവർ കിട്ടിയപ്പോൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ നേരെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ ബെല്ലടിച്ചപ്പോൾ ഞങ്ങൾ ആദ്യം ഇറങ്ങി ഓടും. അതെന്തിനാണെന്ന് ഇപ്പോഴും അറിയില്ല, ഞങ്ങൾ വേഗം ഇറങ്ങി ഓടും. അങ്ങനെ ഓടി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. പിന്നെ ബസ് കയറിയിട്ട് ഞങ്ങൾ ആദ്യം ഒരു ബസ് കയറിയിട്ട് ഞങ്ങൾ ഹൈക്കോർട്ടിലോട്ട് പോയി. അപ്പോൾ ബസ് നടന്ന് പോയിട്ട് മറ്റേ ബസ് കിട്ടിയില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഈ ബസ്സിൽ കയറിയിട്ട് അങ്ങോട്ട് പോയി. പിന്നെ ഹൈക്കോർട്ടിൽ നിന്ന് വേറെ ബസ് കയറിയിട്ടാണ് വീട്ടിലോട്ടേക്ക് വന്നത്. അപ്പോൾ നല്ല സ്പീഡായിരുന്നു, സീറ്റും കിട്ടിയില്ല. അപ്പോൾ വീഡിയോ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് എടുത്തത്. ഏതോ ഒരു ഉറങ്ങുന്ന കുട്ടീനെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ കൊച്ചു വന്ന് തല്ലിയില്ലെങ്കിൽ കൊള്ളാം. ഹലോ ഗായ്സ്, വീട്ടിലെത്തി ഗൈസ്. തളർന്നു. വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ. വന്ന വഴിക്കുള്ളത് എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ അവിടെ നിന്ന് ബസ് ഇറങ്ങിയിട്ട് ഞാൻ പിന്നെ വണ്ടിക്കാണ് വന്നത്. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. ഇനിയിപ്പോൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് റെസ്റ്റ് എടുത്തിട്ട് നേരെ വർക്കിന് പോവും. അപ്പോൾ ഇനി വർക്കിന് പോകാൻ റെഡിയായിട്ട് കാണാം. ഓക്കെ, ബൈ ഗൈസ്. ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, കുളിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വർക്കിന് പോവാം. ഇനി ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം ഗൈസ്. ടാറ്റാ. ഈ പടവുകൾ കയറി നമ്മൾ എങ്കപ്പോറേ കടയിലേക്ക് പോകുന്നു. അങ്ങനെ കട എത്തി ഗൈസ്. കടയിൽ കയറി മേളിൽ ചെന്നപ്പോൾ അവിടെ എല്ലാവരും പണിയിലാണ്. അപ്പം ഞാൻ അപ്പുറത്ത് നോക്കാമെന്ന് ഓർത്തപ്പോൾ അവിടെ എല്ലാവരും പണിയിലാണ് ഗൈസ്. ക്യാമറ കണ്ടപ്പോൾ ഇട്ട് ഓടിക്കളഞ്ഞു ഗൈസ്. സോഫിയാൻ്റി തിരിഞ്ഞ് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ക്യാമറ ഓണാന്ന് കണ്ടപ്പോൾ തനു ഓടി വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ചായയൊക്കെ വന്നു. ഞങ്ങൾ ചായയൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് കുടിക്കുകയാണ്. ഇന്ന് പഴംപൊരിയായിരുന്നു. പഴംപൊരിയൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ വിളിച്ചപ്പോൾ ഒന്നും അറിയാത്ത പോലെ നോക്കുക, ക്യാമറ കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. പിന്നെ റെസ്റ്റിംഗ് ടൈമൊക്കെ കഴിഞ്ഞു. ഇനി പണിയാണ് ഗൈസ്. ഇങ്ങനെയൊക്കെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് മോത്തി. ഇത് ക്യാമറ കണ്ടിട്ടുള്ള ആറ്റിറ്റ്യൂഡാണെന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞു ഗൈസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ 9:30 ആയപ്പോഴത്തേക്കും കടയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ്. വർക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ താഴത്തോട്ട് പോയി. ഇനി അവിടെ പഞ്ചൊക്കെ ചെയ്തിട്ട് വീട്ടിലോട്ട് പോകണം ഗൈസ്. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങി താഴെ വരുമ്പോൾ ഞങ്ങളെ കാത്ത് 2 ചോട്ടാ പാക്കറ്റ്സ് അവിടെ ഉണ്ടാവും.
അത് നമ്മുടെ ബിബിയുടെ മക്കളാണ് ഗൈസ്. അങ്ങനെ അവർക്കൊക്കെ ടാറ്റ പറഞ്ഞ് തനുവിൻ്റെ ടാറ്റ ബൈ ബൈ ഒക്കെ മേടിച്ച് നേരെ വീട്ടിലോട്ട് പോന്നു. ഹലോ ഗൈസ്, അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞു, നേരെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നു ഉറങ്ങണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.